വാ വാ. അവനാണ് നരസിംഹൻ. എല്ലാ സ്റ്റേഷനിലും ഇൻഫോം ചെയ്യും. യെസ് സാർ. ഇതിന്റെ മുകളിലാണ് അവൻ താമസിക്കുന്നത്. സാർ ഇതാ താക്കോൽ. ദാ എന്തായി? ഞാൻ കാത്തിരിക്കുക. വന്ന ഉടനെ തീർത്തേക്കാം. വന്ന ജോലി തീർന്നു കഴിയുമ്പോ പുറത്ത് കറുത്തൊരു കാറ് കിടപ്പുണ്ടാവും. ആരും അറിയാതെ നീ അതിൽ കയറി രക്ഷപ്പെട്ടോണം. ശരി ശരി. നരസിംഹൻ രക്ഷപ്പെട്ടു. എന്താടാ നീ പറയുന്നേ? വിൻസെന്റ്, പേടിക്കണ്ട. എന്തു പറ്റി? ഒന്നുമില്ല. അവന്റെ കയ്യിൽ കുടുങ്ങരുത്. നീ നേരെ ഓടിക്കൊണ്ടേയിരുന്നോ? ഒരു കറുത്ത കാർ വരുന്നുണ്ടോ? ശരി ശരി, അവൻ വരുന്നു ബായ്. ആദ്യം അവനെ വണ്ടിയിൽ കേട്ടെ. നരസിംഹം സെലോൺകാരനെ വെടിവെച്ചു. വണ്ടി അവന്റെ മേത്ത് കേട്ട്. എന്താ പറഞ്ഞത് ബായ്? കേട്ടടാ, കേട്ടടോ, കേട്ടടാ അവന്റെ പുറത്തുകൂടെ. സാറേ, എഴുപുന്നയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇവന്റെ സംസാരം കേട്ടിട്ട് ഹോട്ടലുകാർ പറഞ്ഞു ശ്രീലങ്കക്കാരനാ. സാർ, അക്യൂസ്റ്റിന്റെ മൊബൈൽ ഫോണാണ്, ബോഡിയുടെ അടുത്തുണ്ടായിരുന്നു. എടോ, ശ്രീലങ്കക്കാരന്റെ നമ്പർ ഇതാണല്ലോ ഫോൺ. ഹലോ ബായ്, कैसे तुम? कौन? डी डी എന്ന് വെച്ചാ? दी तो दिल, धर, धड़कन, दुनिया, दोस्त, दुश्मन. तेरा दुश्मन നരസിംഹം. നിന്റെ തലക്കെന്താ ഭ്രാന്ത? എന്നെ കൊല്ലാൻ നീ ഇവിടേക്ക് ആളെ ഇറക്കിയിട്ട് അവനെ കൊല്ലാൻ നീ വേറെ ആളെ അയച്ചു അല്ലേ? എല്ലാം എനിക്കറിയാം. നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ബോഡി പൊക്കിയെടുത്ത് നിന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. അവിടെ നിൽക്കടാ. വണ്ടി തിരിക്കടോ. ഭായിയെ പൊക്കിയേക്കാം സാർ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ ഫോണും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയാൽ അറിയാതെ റോങ് കോൾ ചെയ്തതാന്ന് കൃത്യമായിട്ട് പറയും. കളി തുടങ്ങി. ബായ്.
കാറിലിടിച്ചത്? നിന്റെ കാറിൽ ഇടിച്ചപ്പോ ഇത്രയും ദേഷ്യം വന്നാ? ഞങ്ങളുടെ സാറിന്റെ കാര്യത്തിൽ ഈ മോക്ക് എന്ത് ദേഷ്യം വരും? മനസ്സിലായില്ല. DSP നരസിംഹന്റെ പുറകെ ചുറ്റുന്നത് നിർത്തണം. അതർവൈസ് യു വിൽ ഫേസ്. അതെ, എന്നെ വരട്ടെ നോക്കണ്ട. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഗോൾഡൻ ഷിപ്പിംഗ് ഓണറിന്റെ മോളാ. ഞാൻ ഇന്ത്യ സൈക്കിൾസ് ഓണറിന്റെ മോളാ. നിന്റെ അച്ഛനെന്താ സൈക്കിളിന് കാറ്റടിക്കുന്ന ജോലിയാ? എന്നാ നിന്റെ അച്ഛനോ കപ്പലിന് പെയിന്റ് അടിക്കാ? ദേ, ഏയ്, ഞങ്ങൾ രണ്ടുപേരും പ്രേമത്തിലാണ്. നീ എന്താ പീസാണോ? എത്രയാ നിന്റെ റേറ്റ്? ആരുടെ മുഖത്തൊക്കെ ഇങ്ങനെ പറഞ്ഞേ? നിനക്കെന്താ മറ്റേ പണിയാണോ? ഇങ്ങനത്തെ നാടകം കളിക്കാൻ DSP അടുത്ത് എത്രയാ വാങ്ങിയത്? ഈ കൊച്ചെന്ന് തോന്നിയോ പറയുന്നത്? എന്തു പറ്റി? അതെ എടി, അഭിനയിച്ച് കൊളവാക്കല്ലേ. എന്താണ് ഇതിന്റെ മനസ്സിൽ? നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ് പഠിക്കുന്ന പെണ്ണാണ് നീ. തെരുവ് റൗഡികളെ പോലെ വിവരം കേട്ട രീതിയിൽ സംസാരിക്കുന്നല്ലേ? മെച്ചൂരിറ്റി ഇല്ലാത്തൊരു പെൺകുട്ടിയെ പറഞ്ഞു തിരുത്താമെന്ന് കണ്ടപ്പോ ഓവറായിട്ട് സംസാരിക്കുന്നു. കൊന്നുകളെ ഞാൻ. മറ്റൊരാളുടെ മനസ്സെന്തെന്നറിയാതെ സ്നേഹിക്കുന്നത് പ്രേമമല്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ 2 വർഷമായിട്ട് പ്രണയത്തിലാണ്. പക്ഷെ ഒരു 2 മണിക്കൂർ പോലും അവൾക്ക് വേണ്ടി എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. അവളത് പുറത്തു കാണിച്ചിട്ടില്ല. ആ ക്ഷമയ്ക്ക് പറയുന്ന പേരാണ് പ്രണയം. രാജകുമാരിയെ പോലെ നഗരത്തിൽ ജീവിച്ചവളാ. എല്ലാ സുഖ സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞ അവൾ എനിക്ക് വേണ്ടി ഈ നാട്ടിൽ വന്ന് ജീവിക്കുക. ആ ത്യാഗത്തിന്റെ പേരാണ് പ്രേമം. യു നോ ഹൗ മച്ച് ഐ ലവ്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്ന എന്റെ നെഞ്ചിൽ നിന്ന് രക്തം വന്നതുപോലെ. സോറി സർ, അവരാരാണെന്നറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്നെ മനസ്സ് മാറ്റാൻ വേണ്ടിയാ പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ച് അറിയാതെ വായി വന്നതൊക്കെ പറഞ്ഞു പോയി. I'm really sorry sir. ചില്ലറല്ല, വേറെ എന്തെങ്കിലും വേണോ? കുഴപ്പമില്ലല്ലോ. പിടിച്ച പാത്രത്തിൽ ചന്ദനവും കുങ്കുമം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നന്നായിട്ട്. ഇല്ലല്ലോ. ഞാൻ നിങ്ങളുടെ മുഖത്തിന്റെ കാര്യം പറഞ്ഞത്. ആരോടോ താൻ? അയ്യോ, ഞാൻ രാജസേനന്റെ മകനാന്നേ. ഡോ, അങ്ങേരുടെ മോൻ നരസിംഹ മാത്രമല്ലേ? അത് പെറ്റ മകനാണ്. ഇത് ദത്തെടുത്ത മകൻ. ചായ അടിക്കാൻ നോക്കൂ. ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തിനാ ഇവനെ അന്വേഷിക്കുന്നേ? ഇവനെ വെട്ടാനാ. ആ വെട്ടാൻ പോകുന്ന ആളെ ഞാൻ അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ. കുടുങ്ങിയത് തന്നെ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് സഹദേവൻ പറഞ്ഞിട്ട് വന്നതാ. ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കൊല്ലാൻ പോകുന്നതിന് മുമ്പ് കൊഞ്ചു പറയാനിയാ. കൊശിലിമിയ അഞ്ഞാളാ മഹത്തോ. അമലപ്പോൾ അഭിനയിച്ച പടം മൈന. ഐ ആം കമ്മിങ് ഫ്രം ചൈന. ചിക്കൻ മങ്കി ചപ്പ ചക്ക. ഇവനാ സൂസൻ. അയ്യോ അയ്യോ അയ്യോ, എനിക്കിനി ഓടാൻ വയ്യ. എന്നെ കൊല്ലാൻ പോവല്ലേ? എന്നെ കൊല്ലാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അവസാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. എല്ലാം അറിയുന്ന പരമപിതാവേ. ആശാനെ, വിശ്വരൂപത്തിലെ കമലഹാസനെ പോലെ എന്തോ പണി ചെയ്യാനാ. തൊഴിക്കാൻ പോവാന്നാ തോന്നുന്നു. Yes, Mr. Deal. It's too rising, I'm dead. Wait, I will do. Okay. I will be at the Indian border tomorrow morning. Send Sagan to pick up the stuff. സർ, രംഗരാജ് ബായിക്ക് ഫോൺ ചെയ്യുന്നു. റെക്കോർഡ് ചെയ്. രംഗരാജ് ഫോൺ ചെയ്തിട്ട് എത്ര സമയമായി? 6 മിനിറ്റായി സർ. നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എവിടെ വരണം? 250. 3/4 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ ഉണ്ടാവും. 209. സാറേ, കിലോമീറ്റർ ആയിരിക്കുമോ? 3/4 മണിക്കൂറിനുള്ളിൽ വന്നു തരുമെന്ന് പറഞ്ഞു. 250 കിലോമീറ്റർ ആണെങ്കിൽ വരും. ബോട്ട്, ലോഞ്ച്, തോണി, ഷിപ്പ്, ഇതിന്റെ എല്ലാം നമ്പർ അന്വേഷിക്കണം. യെസ് സാർ. സാർ, ഹോട്ടൽ റൂം നമ്പർ ആയിരിക്കുമോ? 618. 215 തൃശ്ശൂർ. 250 പിൻകോഡ് ആയിരിക്കാം. മണപ്പാട് സർ. യെസ്, കോസ്റ്റേരി. ചരക്ക് വരാൻ സാധ്യതയുണ്ട്.
ആ പറയൂ ശരവണ. രംഗരാജ് വന്നു സാർ. നിങ്ങൾ സേഫ് ആയിരിക്കണം. ഡാനി ഫോൺ ചെയ്തിരുന്നു, ചരക്കെടുത്തോണ്ട് വരികയെന്ന്. ഇറക്കി പങ്കിട്ടെടുക്കാലോ. ഒരു ഭ്രാന്ത് പിടിച്ച നായെ പോലെ ആ നരസിംഹം നമ്മളെ തന്നെ ചുറ്റിപ്പിടിച്ച് നടക്കുക. അതുകൊണ്ട് ഇപ്രാവശ്യം വേണ്ടാന്ന് ഞാൻ ഡാനിയോട് പറയാൻ പോവാ. നിനക്ക് പേടിയാണോ രംഗരാജ്? ഈ തൊഴിൽ ഉപേക്ഷിക്കാന്നുള്ള വല്ല പ്ലാനും ഉണ്ടോ? വാ, രണ്ടുപേർക്ക് ഒരുമിച്ച് പോവാം. മാതാവിന്റെ മുമ്പിൽ പോയി സത്യം ചെയ്ത് നമുക്ക് എല്ലാം ഉപേക്ഷിക്കാം. വിടണമെന്ന് തീരുമാനിക്കണമെങ്കിൽ അത് നമ്മൾ മാത്രം തീരുമാനിക്കണം. ഒരുത്തനെ പേടിച്ച് ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ പാടില്ല രംഗരാജ്. മനസ്സിലാക്ക്, ആ സഹദേവൻ ഇപ്പൊ ഇവിടെ ഇല്ല. അവന്റെ ആൾക്കാരെ 6 പേരെ അവർ വെടിവെച്ചു കൊന്നത്. സഹദേവനെ വിശ്വസിച്ചല്ല ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത്. ഞാൻ ഇറങ്ങാൻ പോവാ. സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെന്ന് വാച്ചി. എന്താ ആലോചിക്കുന്നേ? കുഴപ്പമുണ്ട്. സഹദേവൻ ഇനിയും ഒളിച്ചു താമസിക്കാന്ന് ഡാനി അറിഞ്ഞ നാണക്കേടാ. അതുകൊണ്ട് സഹദേവനോട് കടൽ വഴി വന്ന് ചരക്കിറക്കി തരാൻ പറ. നിങ്ങൾ കാറി പോകണ്ട. പിന്നെ രാത്രി പറഞ്ഞയച്ചേക്കാം. രണ്ടുപേരും ഇത്ര സീരിയസ് ആയിട്ട് സംസാരിച്ച് പിരിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും നടക്കും. ബീച്ച്, മാർക്കറ്റ്, ഗസ്റ്റ് ഹൗസ്, ഹോസ്പിറ്റൽ, ലോറി ഷെഡ്, ഇവിടെ എല്ലാം പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് ഉണ്ടാവണം. ഞാൻ ക്യാമ്പ് ഹൗസിൽ ഉണ്ടാവും. നിങ്ങളിവിടെ ഉണ്ടാവണം. ഓക്കെ?